ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ തരാനുള്ളത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്താണ്? ഓക്കെ, യെസ്, അവർക്ക് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ അവർ ഈ ഒരു സമയത്ത് ഓർത്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വീണ്ടും ഒന്നായി ചേരും എന്നവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഇനി നിങ്ങളെ വിട്ട് മറ്റൊരു എനർജിയിലേക്ക് അവർ മാറില്ല എന്നുള്ളൊരു പ്രോമിസ് കൂടി ഈ വ്യക്തി തരാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിലിപ്പോൾ കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്ന് അല്ലെങ്കിൽ ഒത്തിരി നാളായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെയൊക്കെ സെപ്പറേഷനിൽ പോയ വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു സമയം മുതലൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കുകയാണ്. അതായത് നിങ്ങളെ അവർക്ക് വേണം, അവരുടെ ലൈഫിൽ നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുകയാണ് ഈ വ്യക്തി. അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാണ്. ഏതൊരു സമയത്തും നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ മിസ്സാവണം. എസ്പെഷ്യലി നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ, നിങ്ങൾ ഒന്നിച്ച് പല തമാശകൾ പറഞ്ഞിരുന്ന നിമിഷങ്ങൾ, അതൊക്കെ അവരുടെ ലൈഫിൽ ഇങ്ങനെ അവർ ഓർത്തെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഒരിക്കലും അവർ ചിന്തിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. അതായത് ഈ ഒരു സെപ്പറേഷനൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതായിരുന്നു നിങ്ങളുടെയും ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെയും വിശ്വാസമായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിനും നിങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് അല്ലെങ്കിൽ ആ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് എന്ന് പറയുന്നു. ആൻഡ് ഐ ഡോണ്ട് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. ഓക്കെ, ശരിക്കും അവർ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട് ഈ ഒരു സമയത്ത്, അവർ അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളെ അവരുടെ കൂടെ കൂട്ടാൻ അല്ലെങ്കിൽ ഒന്നിച്ച് കൊണ്ടുപോകാനൊക്കെ അവസരങ്ങൾ ഉണ്ടായത് നഷ്ടപ്പെടുത്തിയൊരു വ്യക്തിയാണ് താൻ എന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല, അവരങ്ങനെ ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധവും അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇപ്പോൾ അതൊക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് ലെസൺസ് കൊടുത്തിരിക്കുകയാണ് അവർക്ക്. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവില്ലായിരുന്നു ഒരു പക്ഷേ ഇവർ ആ ഒരു ടൈംലി ആക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ. ഇതെല്ലാം ആ ഒരു സമയത്തുള്ള തെറ്റായ തീരുമാനങ്ങളായിരുന്നു, അവരുടെ റൈറ്റ് ചോയ്സ് എടുക്കാത്തതിൻ്റെ കാരണമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ ഒരു സോൾ കോൺട്രാക്റ്റ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ ആത്മാവിനെ തന്നെ അത്രയും ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഓർത്ത് അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്, അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട് ഈ ഒരു സമയത്ത്. എന്നോട് നീ ക്ഷമിക്കുക, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ നീ എനിക്ക് മാപ്പ് തരിക എന്ന് പറയുന്നുണ്ട് അവർ മനസ്സുകൊണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സാലെ എടുക്കുക. നിങ്ങളുടെ പേഴ്സണാണ് ഇത് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അവർ കാരണം നിങ്ങൾക്ക് ഒരുപാട് പെയിൻ അനുഭവപ്പെട്ടിരിക്കുകയാണ്. അതിനെല്ലാം കാരണം അവരാണെന്നുള്ളതിൻ്റെ ചിന്തയിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗിൽറ്റ് ഫീൽ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അതിൻ്റെ അവരുടെ തെറ്റുകൾ ഇപ്പോൾ എല്ലാം അവർ ഏറ്റു പറയുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കൊരാവശ്യം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ വിട്ടിട്ട് പോയൊരു പേഴ്സണാണിത്. ഒരു എസ്കേപ്പിസം അവരവിടെ നടത്തിയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട, നിങ്ങൾക്ക് അത്രയും ഒരു എനർജി വേണ്ടിയിരുന്ന സമയത്താണ് അവർ നിങ്ങളെ ഒഴിവാക്കി പോയത്.
ഓക്കെ, അത് തെറ്റായിപ്പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾക്കത് ക്ഷമിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ആ ഒരു അവസരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കുള്ള ഒരു വേദനയാണ് ആ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. നിങ്ങൾ ഒരുപാട് കരഞ്ഞു, നിങ്ങൾ ഒരുപാട് രാത്രികളിൽ ഉറങ്ങാതെ കിടന്നു. ഇതെല്ലാം ചിലപ്പോൾ ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വ്യക്തിയുടെ ഈ ഒരു ആക്ട് നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ വ്യക്തി പറയുന്ന മറ്റൊരു കാര്യം, അവരുടെ ഭാഗത്ത് നിന്നും കൂടി നിങ്ങൾ കുറച്ച് ചിന്തിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അവരെ നിങ്ങൾ കെയർ ചെയ്തില്ല, അവരെ നിങ്ങൾ കൂടെ ചേർത്തില്ല എന്നുള്ളൊരു കാര്യവും അവർ പറയുന്നുണ്ട്. അതെല്ലാവരുടെയും കാര്യത്തിലായിരിക്കില്ല, ചിലരുടെ സിറ്റുവേഷൻസ് ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഓക്കെ, ഫീൽ അൺക്ലിയർ അബൌട്ട് വാട്ട് വി സ്റ്റാൻഡ്, വേർ വി സ്റ്റാൻഡ്. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് തിരുത്തേണ്ടത് എന്നൊക്കെ അവർ ചിന്തിക്കണം. ഒരുപാട് തെറ്റുകൾ ആ വ്യക്തിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാത്ത രീതിയിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് കൺഫ്യൂസ്ഡ് ആവാണ്. എങ്ങനെയാണ് നിങ്ങളോട് സോറി പറയേണ്ടത്? നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ, അതോ നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള രീതിയിൽ പെരുമാറുമോ? ഇതൊക്കെ അവരെ ഒരുപാട് ടെൻസ്ഡ് ആക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഒരുപാട് രഹസ്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും ഇങ്ങനെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നവർ പ്രതീക്ഷിച്ചിട്ടിരുന്നില്ല. അവർ അങ്ങനെ ഒരു ഔട്ട്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ വീണ്ടും അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സംഭവിച്ചില്ല. ആൻഡ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, ഫ്യൂച്ചറിൽ നിങ്ങളായിരിക്കണം അവരുടെ ലൈഫ് പാർട്ട്ണർ എന്നാണ്. ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ആവരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് ടു മെനി ഡിഫറൻസസ്. അവർ പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട്. ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്കിലും പോലും പരസ്പരം ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികളൊക്കെയും ഈ റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള ഗോസിപ്പുകളൊക്കെ പറയുന്നുണ്ട്. ഈ വ്യക്തി അതിനൊക്കെ ഭയക്കുന്നുമുണ്ട്. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അങ്ങനെ ഒരു ഭയം അവർക്കുണ്ട് എന്നുള്ളതും കാണുന്നുണ്ട്. പക്ഷേ ഐ വോണ്ട് ടു ഫിക്സ് ദിസ് കണക്ഷൻ. ഓക്കെ, വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, he or she want to correct this situation or connect this fix this connection. ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് പക്ഷേ അവർ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം, ടൈം ഒരുപാട് കഴിഞ്ഞു പോയി, ഇനി നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സെപ്പറേഷൻ അവരെ സഹായിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അവരെ ഈ ഒരു സ്ട്രെസ്സ്, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്ട്രെസ്സ് അവരെ ആകെ തളർത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് അവരുടെ സിറ്റുവേഷൻസും അവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോറോവർ അവർ നിങ്ങളോട് സോറി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ തെറ്റുകൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുക. മനസ്സുകൊണ്ട് നിങ്ങൾ പറയുക, ആ വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പേര് പറഞ്ഞിട്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, താങ്കളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറയാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ശ്രമിക്കുക എന്നല്ല, പറയുക. അത് നിങ്ങൾക്ക് തന്നെ ഒരു ഹീലിംഗ് കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നേരിട്ട് നിങ്ങൾ അവരോട് ക്ഷമ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ അവരോട് മാപ്പ് കൊടുത്തതായിട്ട് ഇപ്പോൾ ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും പറയുക, എന്നോട് തെറ്റ് ചെയ്ത ആളിനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.